പരിണയം ഭാഗം 2. അക്ഷിതിൻ്റെ അച്ഛൻ ആനന്ദ് മേനോൻ കമ്പനിയുടെ ചുമതലകൾ വഹിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ അവിടുത്തെ മാനേജറാണ് കിഷോർ. അക്ഷി കമ്പനി ചുമതലകൾ ഏറ്റു തുടങ്ങിയിട്ട് 5 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. 5 വർഷം മുൻപുള്ള കമ്പനിയും ഇപ്പോഴുള്ള കമ്പനിയുടെ വളർച്ചയും നോക്കുമ്പോൾ കമ്പനിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നാണ്. അതെല്ലാം അക്ഷിത് എന്ന ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അമേരിക്കയിൽ നിന്നും അക്ഷിത് പഠനം പൂർത്തിയാക്കി വരുമ്പോൾ മുതൽ അവനൊപ്പമുള്ള PS ആയിരുന്നു ഡയാന. അവൾക്ക് പകരം ആ മേഖലയിൽ യാതൊരു മുൻപരിചയമില്ലാത്ത ആരോഹി വന്നു കഴിഞ്ഞാൽ ആരോഹിയുടെ മുന്നോട്ടുള്ള അവസ്ഥ ഓർത്തപ്പോൾ തന്നെ അയാൾക്ക് പേടി തോന്നി. കാരണം അക്ഷിതിൻ്റെ വാശിയും ദേഷ്യവും അയാൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആർ യു ഡ്രീമിങ്? അല്പം പരുഷമായി അക്ഷിത് ചോദിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താൻ ഇപ്പോഴും ഭാരം പേറിയ ചിന്തകളുമായി അക്ഷിയുടെ ക്യാബിനിൽ തന്നെ നിൽക്കുകയാണെന്ന്. സോറി സർ. പെട്ടെന്ന് അയാൾ പുറത്തേക്കിറങ്ങി. ആദ്യം പോയത് ഡേനയുടെ അടുത്തേക്കാണ്. അക്ഷിതിൻ്റെ ഓഫീസർ ഡേനയ്ക്ക് പൂർണ്ണ സമ്മതമായിരുന്നു അത്. കിഷോർ ഫോണെടുത്ത് അക്ഷയെ വിളിച്ചു. അത് ഇൻഫോം ചെയ്തു. ഓക്കെ, ആരോഹിയെയും കൂട്ടി ക്യാബിനിലേക്ക് വരൂ. ശരി സാർ. നന്ദകിഷോർ ആരോഹിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷ്യമാക്കി നടന്നു. ആ സമയം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ണികൃഷ്ണമേനോൻ നൽകുന്ന എന്തൊക്കെയോ നിർദ്ദേശങ്ങൾക്ക് കാതോർത്തുകൊണ്ട് നിൽക്കുകയാണ് ആരോഹി. കൃഷ്ണമേനോട് അനുവാദം വാങ്ങിക്കൊണ്ട് നന്ദകിഷോർ അവിടേക്ക് ചെന്നു. സാർ, ഇന്ന് ജോയിൻ ചെയ്ത ന്യൂ ജോയിനി ആരോഹിയെ അക്ഷിത് സാർ സാറിൻ്റെ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന പുതിയതും പഴയതുമായ എല്ലാ എംപ്ലോയീസിൻ്റെയും നോട്ടം ഒരു നിമിഷം ആരോഹിയിലേക്ക് നീണ്ടു. അക്ഷിത് സാർ സ്വന്തം ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയെന്നാൽ 5 വർഷത്തിന് മുകളിൽ അവിടെ ജോലി ചെയ്തിട്ടും ഇന്നുവരെ ആ ക്യാബിനിലേക്ക് ഒരിക്കൽ പോലും പോകാത്ത ഒരുപാട് സ്റ്റാഫുകൾ അവിടെയുണ്ട്. എല്ലാവരും സ്വപ്നം കണ്ടിരിക്കുന്നതാണ് ആ ഒരു വിസിറ്റ്. അതാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ജോലിക്കായി വന്നു കയറിയ ഒരു പെണ്ണ് പുഷ്പം പോലെ സാധിച്ചെടുക്കുന്നത്. അവിടെ സൗന്ദര്യം കണ്ട് അതിൽ അക്ഷി വീണുപോയിന്ന് ചിലർ അടക്കം പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരാവട്ടെ രാവിലെ നടന്ന സംഭവങ്ങളുടെ ബാക്കിയായിരിക്കും ഇതൊന്നും പറയുന്നുണ്ട്. പക്ഷേ ആളുകൾ പല പല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരോഹി എന്ത് ചെയ്യണമെന്നറിയാതെയായി. ആരോഹി നന്ദകിഷോറിൻ്റെ കൂടെ അക്ഷിത് സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലൂ. ഉണ്ണികൃഷ്ണൻ കൂടി അങ്ങനെ പറഞ്ഞതോടെ ആരോഹിക്ക് എതിർത്തു പറയാൻ കഴിഞ്ഞില്ല. അവൾ നീലുവിൻ്റെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് പതിയെ അക്ഷിയുടെ ക്യാബിനിലേക്ക് നടന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നീലു അവളെ നോക്കി കണ്ണു കാണിച്ച് പേടിക്കണ്ടെന്ന് ചുണ്ടനക്കി. ആ ഒരു ധൈര്യത്തിൽ അവൾ മുന്നോട്ട് നടന്നു. ഏറിയ നെഞ്ചിടിപ്പോടെയാണ് അക്ഷിയുടെ ക്യാബിനിലേക്ക് ആരോഹി കയറിയത്. കയറിയ പാടെ അവൾ ക്യാബിൻ മൊത്തത്തിലൊന്ന് വീക്ഷിച്ചു. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ക്യാബിനാണത്. അക്ഷിക്കൊരു ടേബിളുണ്ട്. അതിലവൻ്റെ ലാപ്ടോപ്പും ഫോണും മറ്റ് സാധനങ്ങളും ഇരിക്കുന്നു. അതിന് കുറച്ചപ്പുറം മാറി ഒരു കോർണറിലായിട്ട് തന്നെ മറ്റൊരു ടേബിളും ചെയറും ഇട്ടിരിക്കുന്നു. അവിടെ തന്നെ കുറച്ചു മാറി ഒരു സോഫയും ഒരു ചെറിയ ടേബിളും ഉണ്ട്. അവിടെ ചിലപ്പോൾ അക്ഷിത് സാറിന് കാണാനായി വരുന്നവർ ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കുമെന്ന് ആരോഗ്യ മനസ്സിലോർത്തു. അതേസമയം അക്ഷിതിൻ്റെ കണ്ണുകളും അവളെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കുകയാണ്. അവളുടെ നീളമേറിയ മുടിയുടെ ഒരു ഭാഗം അവൾ തോളിൽ കൂടി മുൻപിലേക്ക് ഇട്ടിട്ടുണ്ട്. അവൻ്റെ ശ്രദ്ധ അത്രയും പോയത് അവളുടെ ആ നീളൻ മുടിയിഴകളിലേക്കാണ്. ഇത്രയും നീളമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ താൻ ആദ്യമായി കാണുകയാണെന്ന് അവൻ മനസ്സിലോർത്തു. അവൻ്റെ 2 പെങ്ങന്മാർക്കും മുടിയുണ്ടെങ്കിൽ പോലും അവരതെപ്പോഴും തോൾ വരെ വെട്ടിയിട്ടിരിക്കും. ചോദിക്കുമ്പോൾ പറയും ഒരുപാട് മുടി വളർത്തിയാൽ മാനേജ് ചെയ്യാൻ പാടാണെന്ന്. പക്ഷേ ഇവൾ എങ്ങനായിരിക്കും ഇത്രയും മുടി മാനേജ് ചെയ്യുന്നത്? ചിന്തകൾ ക്രമാതീതമായി മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ സ്വയം തലകുലുക്കി അവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ആരോഹിയുടെ മുഖത്തേക്ക് അവൻ നോട്ടം തിരിച്ചു. നന്ദകിഷോർ അക്ഷയുടെ ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ നന്ദകിഷോർ ക്യാബിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ക്യാബിനിൽ ആരോഹിയും അക്ഷയും മാത്രം അവശേഷിച്ചു. ഇരിക്കൂ ആരോഹി. സർ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ആളറിയാതെ എന്തോ സംസാരിച്ചു. അതിൻ്റെ പേരിൽ പ്ലീസ് സർ, ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ ഒരു ജോലിയാണിത്. അക്ഷിത് തന്നെ ഇവിടെ നിന്നും പറഞ്ഞുവിടാൻ പോവാണെന്ന് കരുതി ആരോഹി അവനോട് തൻ്റെ അവസ്ഥ പറഞ്ഞു. ആരോഹി ഇരിക്കൂ, അക്ഷിത് അല്പം സമാധാനത്തോടെ പറഞ്ഞു. ഒടുക്കം നിവൃത്തിയില്ലാതെ ആരോഹി അവന് മുൻപിൽ നിരത്തിയിട്ട ചെയറുകളിൽ ഒന്നിലിരുന്നു. എനിക്ക് ആരോഹിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം
താൻ ടെൻഷൻ അടിക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. പെട്ടെന്ന് അക്ഷയ് അത് പറഞ്ഞപ്പോൾ ആരോഹിക്ക് ആശ്വാസവും സന്തോഷവും തോന്നി. ആഗ്രഹിച്ച് നേടിയെടുത്ത ജോലിയാണ്. അതും പലരുടെയും സ്വപ്നമായിരുന്ന ഈ ജോലി. കോളേജിൽ 300-ലധികം കുട്ടികൾ പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂ. അതിൽ നിന്ന് ആകെ സെലക്ട് ചെയ്തത് തങ്ങൾ 2 പേരെ. ആ ജോലി നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ സങ്കടം ജീവിതകാലം മുഴുവൻ വേട്ടയാടുമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ആരോഹിയുടെ ജോലി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരുന്ന ആരോഹി അക്ഷയുടെ വാക്കുകൾ കേട്ടപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. അവൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ആരോഹി. എൻ്റെ PS ഡയാന റിസൈൻ ചെയ്യാൻ ഒടുങ്ങുകയാണ്. വരുന്ന 3 മാസത്തിനുള്ളിൽ നോട്ടീസ് പീരീഡ് അവസാനിപ്പിച്ച് അവർ ജോലിയിൽ നിന്ന് പുറത്തു പോകും. ഡയാന പോയാൽ അവർക്ക് പകരമായി ഞാൻ പുതിയൊരു PSനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഇത്രയും എഫിഷ്യൻ്റായ ഇൻ്റലിജൻ്റായ ആരോഹിയെ കാണുന്നത്. അത്രയും നേരം സമാധാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നവൻ്റെ ടോൺ മാറുന്നത് പെട്ടെന്ന് ആരോഹി ശ്രദ്ധിച്ചു. അവൾക്ക് മനസ്സിലായി അവൻ പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്താണ് അവൻ്റെ ഉദ്ദേശമെന്നും. അവനെ എതിർത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിച്ചതിന് തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയല്ല, മറിച്ച് ജോലി കുറച്ച് കൂടുതൽ നൽകി തന്നെ ഉപദ്രവിക്കാൻ തീരുമാനിക്കുകയാണ് അവനെന്ന് അവൾക്ക് തോന്നി. ആരോഹി മിഴികൾ സർ, അവൾ വളരെ താഴായ്മയോടെ വിളിച്ചു. തനിക്ക് ഇത്രയും മര്യാദയൊക്കെ ഉണ്ടോ? അവളെ കളിയാക്കും പോലെ അക്ഷയ് ചോദിച്ചു. സർ, അപ്പോഴത്തെ ആ ടെൻഷനിൽ ആളറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. കൊള്ളാം, ആളറിയാതെ പറ്റിപ്പോയതാണെന്നല്ലേ? ആരോഗ്യപോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു കമ്പനിയിലേക്ക് പോകുമ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കില്ലേ? CEO അന്വേഷിക്കില്ലേ? ഞാനാണെങ്കിൽ ഉറപ്പായി അന്വേഷിക്കും. പിന്നെ ആരോഹിക്ക് എന്നെ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അക്ഷയുടെ ചോദ്യം തികച്ചും ന്യായമാണ്. ആരോഹി അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സർ, നിങ്ങളാണ് കമ്പനിയുടെ CEO എന്ന് എനിക്കറിയായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത്രയും ദേഷ്യപ്പെട്ട് ഇത്രയും അപമാനിക്കുന്ന തരത്തിൽ നിങ്ങളോട് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും ഈ ജോലി വേണമെന്ന് ഇത്രയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ. സാറിന് അങ്ങനെയും ചിന്തിക്കാമല്ലോ. തൽക്കാലം നീ വിചാരിക്കുന്ന പോലെ ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മേ ബി അവിടെ കൂടി നിന്ന ആളുകളുടെ മുമ്പിൽ നീ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീടത് നിന്റെ ഭാഗത്തു നിന്നും അറിയാതെ സംഭവിച്ച തെറ്റാണെന്ന് പറഞ്ഞാലും മതിയല്ലോ. ആരോഗ്യ ദേഷ്യത്തോടെ മുഖം ചിരിച്ചു. സാർ എന്താണ് പറഞ്ഞു വരുന്നത് അതാദ്യം പറയൂ. എന്താണെങ്കിലും അതിനെ ധൈര്യപൂർവ്വം നേരിടാം എന്നുള്ള ഉദ്ദേശത്തോടെ ആരോഹിയിരുന്നു. മറ്റൊന്നുമല്ല, എൻ്റെ PS ഡയാന ജോലിയിൽ നിന്ന് പോവാണ്. നിന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സർ, സാറിന് എന്താണ്? സാറിൻ്റെ PSനെ പോലെ വലിയൊരു പദവിയിലിരിക്കുന്ന ഒരാൾ എത്രമാത്രം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം? എന്നെപ്പോലെ ഒരു ന്യൂ എംപ്ലോയിയെ കൊണ്ട് അത് കഴിയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? വെറുതെ സാർ എന്നോടുള്ള പകയുടെ പേരിലാണ് ഇങ്ങനെയൊരു റോൾ എനിക്ക് സമ്മാനിക്കുന്നതെങ്കിൽ അത് നമുക്ക് 2 ആൾക്കും ഒരുപോലെ നഷ്ടങ്ങൾ മാത്രമേ വരുത്തൂ. സാരമില്ല, ആ നഷ്ടം ഞാനങ്ങ് സഹിക്കും. ദേഷ്യത്തോടെയുള്ള അക്ഷയുടെ വാക്കുകൾ ആരോഹിയിലും എന്തെന്നില്ലാത്ത ദേഷ്യം പടർത്തി. പെട്ടെന്ന് എഴുന്നേറ്റ് വെട്ടിത്തിരിഞ്ഞവൾ ക്യാബിന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നിൽ നിന്ന് അക്ഷയുടെ വിളി വന്നു. ഹലോ ആരോഹി, ഒന്നവിടെ നിന്നേ. നിനക്ക് തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും ഇത് നിൻ്റെ കുടുംബ വീടല്ല. അക്ഷിത് മേനോൻ്റെ ക്യാബിനാണിത്. കുറച്ചുകൂടി മര്യാദ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു മിസ് ആരോഹിയിൽ നിന്ന്. പെട്ടെന്ന് അക്ഷയ് എങ്ങനെ പറഞ്ഞപ്പോഴാണ് ആരോഹിക്കും താൻ ചെയ്തതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. സോറി സർ. പെട്ടെന്ന് തന്നെ അവൾ സ്വന്തം തെറ്റിതിരുത്തി വീണ്ടും അവന് മുമ്പിലിരുന്നു. അതേ ചെയറിൽ അവൾ വന്നിരുന്നു. ഗെറ്റ് ലോസ്റ്റ് എന്ന് അക്ഷയ് പറഞ്ഞപ്പോൾ പെട്ടെന്നത് മനസ്സിലാകാത്ത പോലെ ആരോഹി അവനെ സൂക്ഷിച്ചു നോക്കി. ഗെറ്റ് ലോസ്റ്റ് സ്റ്റുപ്പിഡ് അത് പറയുമ്പോൾ അവൻ അലറുകയായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണുകൾ ഇറുക്കിയടിച്ച് ഒരുവിധം ദേഷ്യം നിയന്ത്രിച്ചു. അക്ഷയ് വേഗം ഫോണെടുത്ത് നന്ദകിഷോറിനെ ഡയൽ ചെയ്തു. നന്ദകിഷോർ,
ആരോഹിയോട് ക്യാബിനിലേക്ക് വരാൻ പറയൂ. സർ, ഓൾറെഡി പറഞ്ഞതാണ് സർ. ഐ തിങ്ക് ആരോഹി അവിടേക്ക് വന്നിട്ടുണ്ട്. അവൾ വന്നിരുന്നു. അല്പം മുൻപ് ഞാൻ അവളെ ഇറക്കി വിട്ടു. അവളോട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ പറയും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് അക്ഷി. അവൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്ത് സ്വഭാവം എന്ന രീതിയിൽ നന്ദകിഷോർ ചിന്തിച്ചു നിന്നു. നന്ദകിഷോർ വേഗം അക്ഷിതിൻ്റെ ക്യാബിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കാണുന്നത് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവളുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു പോകുന്ന ആരോഹിയാണ്. ആരോഹി, നന്ദകിഷോർ പിന്നിൽ നിന്ന് വിളിച്ചു. എന്ത് സർ? പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നിന്ന് അയാളോട് ചോദിച്ചു. തന്നോട് സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനോട് പറ എനിക്ക് വരാൻ മനസ്സില്ലെന്ന്. തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോകാനും ഞാൻ അക്ഷിത് മേനോൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാവിയൊന്നുമല്ല. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. കാര്യം എനിക്ക് ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തിന് ആർക്കും മുൻപിൽ അടിയറവ് വെക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. മിസ് ആരോഹി 2 വർഷത്തേക്ക് എഴുതി ഒപ്പിട്ട് തന്ന ബോണ്ടിനെക്കുറിച്ച് മറന്നു പോകരുത്. അത് ഞങ്ങൾ വെറുതെ കാണാൻ വേണ്ടി എഴുതി വാങ്ങിയതല്ല. തോന്നുമ്പോൾ വേണ്ടാന്ന് വെച്ച് പോവുകയാണെങ്കിൽ കമ്പനി ചോദിക്കുന്ന വലിയൊരു എമൗണ്ട് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അതിന് വില്ലിങ്ങാണോ? നന്ദകിഷോറിൻ്റെ വാക്കുകളെ വകവയ്ക്കാതെ മുൻപോട്ട് നടന്നവൾ പെട്ടെന്ന് നഷ്ടപരിഹാരം എന്നൊരു വാക്കിൽ തട്ടി അവിടെ തന്നെ നിന്നുപോയി. അവൾ ദയനീയതയോടെ നന്ദകിഷോറിനെ നോക്കി. സാർ ഒരു പാവമാണ്. വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പറയുന്നങ്ങ് അനുസരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇപ്പോൾ. നന്ദകിഷോർ അവൾക്ക് ഒരു ഉപദേശം നൽകി. ആരോഗ്യ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ്റെ ക്യാബിനിലേക്ക് വീണ്ടും ചെന്നത്. നോക്ക് ചെയ്ത് അല്പനേരം നിന്നിട്ടാണ് അവൾക്ക് അകത്തേക്ക് വരാൻ അവൻ അനുവാദം കൊടുത്തത്. എന്തിനാണ് സാർ എന്നെ വീണ്ടും വിളിപ്പിച്ചത്? പ്ലീസ് സിറ്റ് ഡൗൺ, അക്ഷി പറഞ്ഞു. അവൻ പറഞ്ഞ പോലെ തന്നെ ആരോഹി സീറ്റിലേക്കിരുന്നു. അവനോട് കൂടുതൽ തർക്കിക്കാനൊന്നും അവൾ നിന്നില്ല. ഇപ്പോഴെവിടെ നിന്നു വന്നു ആരോഹിക്ക് ഇത്രയും മര്യാദ? അക്ഷി അവളെ കളിയാക്കുന്ന പോലെ ചോദിച്ചു. തികട്ടി വന്ന ദേഷ്യം പല്ലിനിടയിൽ ഞെരിച്ചമർത്തിക്കളഞ്ഞ ആരോഹി. സീ മിസ് ആരോഹി, ഞാൻ മുൻപ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സർ, ഒന്നാമത് PS-ൻ്റെ റോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മാത്രമല്ല അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നെപ്പോലൊരാൾക്ക് ആ ജോലിക്ക് അത് എത്രത്തോളം പെർഫെക്റ്റായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദയവ് ചെയ്ത് എന്നെ ആ ജോലി ചെയ്യാൻ നിർബന്ധിക്കരുത്. വളരെ താഴ്മയോടെ ആരോഗ്യ പറഞ്ഞു നിർത്തി. ആണോ? ഓക്കെ. അക്ഷയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മറുപടി കേട്ടതിൽ സന്തോഷത്തോടെ എഴുന്നേറ്റ് ആരോഹി. ഇനി ഞാൻ പൊയ്ക്കോട്ടെ സർ? ആരോഹി അവനോട് ഒരു ചിരിയോടെ ചോദിച്ചു. പോകുന്നതിന് മുമ്പ് 1 lakh കോമ്പൻസേഷനായിട്ട് കെട്ടിവെച്ചിട്ട് തൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി മേടിച്ചോളൂ. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ ആരോഹി അക്ഷയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. സാർ എന്താണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. മിസ് ആരോഹിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടി വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ ഓഫർ ലെറ്ററിൽ ഞങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ മുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയിൽ നിന്നും കൂടുതൽ സാലറിയോ ലഭിക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന്. അന്നത് ഓക്കെ ആണെന്ന് സൈൻ ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മറ്റും ഇവിടെ സബ്മിറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ അക്ഷി ചോദിച്ചപ്പോൾ അവൾക്ക് ഉത്തരം മുട്ടിപ്പോയി. അപ്പോഴാണ് ആരോഹിയും അതേപ്പറ്റി ഓർത്തത്. ശരിയാണ്, ഓഫർ ലെറ്റർ കൈക്കിട്ടിയ സമയത്ത് അത് വായിച്ച് മനസ്സിലാക്കിയതാണ്. പക്ഷേ അതിനു പിന്നിൽ ഇങ്ങനൊരു ചതി അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരോഹിക്ക് കണ്ണുകൾ നിറയാൻ വന്നു. പക്ഷെ തിടുക്കപ്പെട്ടവൾ കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. ശേഷം കത്തുന്ന കണ്ണുകളോടെ അക്ഷയെ നോക്കി. അപ്പോൾ എങ്ങനെയാണ് ആരോഹി? അക്ഷിത് മേനോൻ്റെ PS ആയിട്ട് ഇന്ന് തന്നെ ഐശ്വര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോവല്ലേ? അവളെ കളിയാക്കുന്ന പോലെ അക്ഷി ചോദിച്ചതും ആരോഹിയുടെ ദേഷ്യം അതിൻ്റെ ഉച്ചയിലെത്തി. അവൾ പറഞ്ഞു, അതെ സർ, അക്ഷിത് മേനോൻ്റെ PS ആയിട്ട് ജോയിൻ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. അപ്പോൾ തന്നെ അക്ഷയ് പുതിയൊരു ഓഫർ ലെറ്റർ പ്രിൻറ്റ് ചെയ്ത് ആരോഹിക്ക് നേരെ